നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി പച്ചയായ വർഗീയതയാണ് പറയുന്നതെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രചരണാർത്ഥം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ്. മോദിയുടെ ഗ്യാരണ്ടിയും വാഗ്ദാനങ്ങളുമെല്ലാം വ്യാജമാണെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. അമിത വിമാന നിരക്ക് നിയന്ത്രിക്കാൻ അധികാരികൾ ഉടൻ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി പച്ചയായ വർഗീയതയാണ് പറയുന്നതെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. ഒന്നാം ഘട്ടത്തിൽ വിജയ സാധ്യത ഇല്ലാത്തതിനാലാണ് വർഗീയത പറയുന്നതെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീപ് കുമാറിന്റെ ഇടയ്ക്കുള്ള ചാഞ്ചാട്ട് കാര്യങ്ങളും അടുത്തുകൊണ്ടാണ് അവിടെ ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനത്തിൽ കുറയാനുള്ള കാരണം. അവിടെ ഈ തുടർന്ന് 4 സീറ്റിൽ 3 സീറ്റും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ. ബീഹാർ കഴിഞ്ഞ തവണ 39 സീറ്റാണ് NDAക്ക് നൽകിയത്, 40-ൽ 39, UP 64, മധ്യപ്രദേശിൽ 28, ഗുജറാത്തിൽ 26, രാജസ്ഥാൻ 20. ഇതൊക്കെ കഴിഞ്ഞത് മാക്സിമം കിട്ടിക്കഴിഞ്ഞ് ഇനി താഴെ പോയുള്ളൂ. മോറൊക്കെ പോയില്ല. സൗത്ത് ഇന്ത്യയിലെ പ്രതീക്ഷയുള്ളത് കേരളത്തിലില്ല, ആന്ധ്രയിലില്ല, തെലങ്കാനയിലില്ല, കർണാടകയിൽ ചിലപ്പോൾ കുറച്ച് സീറ്റ് കിട്ടിയേക്കാം. അപ്പോൾ എവിടെ നിന്ന് അവർക്കത്തെ സീറ്റ് ഇട്ടാൽ വേണ്ടി പോകുന്നത്? അപ്പം അവരുടെ ഈ മൊത്തത്തിൽ ഒരു അങ്കലാപ്പിലാണ് അവരുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗൻഡയും വലിയൊരു ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ട്, അതായത് BJPയെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ട്രെൻഡ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കം മുതലേ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ 106 മണ്ഡലം നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അത്ര കോൺഫിഡൻ്റ് അല്ലല്ലോ. അത് വളരെ വറീഡാണ്. സ്വാഭാവികമായിട്ടും ബീഹാറിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നിട്ടുണ്ടാകാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കുന്നമംഗലത്ത് സ്ഥാനാർത്ഥി MK രാഘവന്റെ പര്യടന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു തിരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് നിരവധി തിരഞ്ഞെടുപ്പുകൾ കണ്ട് എനിക്ക് ഏകദേശം കണ്ടു മനസ്സിലാക്കാൻ കഴിയുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരുമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ജനങ്ങൾ അതിനു മാത്രം അസംതൃപ്തരാണ്. സൗത്ത് ഇന്ത്യയിൽ BJPയെ നിലംപരിശാക്കി ഇന്ത്യ മുന്നണി അടക്കി വാഴും. കൂടാതെ വടക്കേ ഇന്ത്യയിലും BJP വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDF കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി MK രാഘവന്റെ പര്യടന സമാപന സമ്മേളനം കുന്നമംഗലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വളരെയധികം മനസ്സിലാവും. കേരളത്തിൽ ഒരു സംശയം വേണ്ട, ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ യാതൊരുണ്ട്. അത് എഴുതി വെച്ചോരെ, അതിൽ യാതൊരു സംശയമില്ല. ഇവിടെ എല്ലാ മലയാള ചാനലുകളും നടത്തിയ സർവേയിലും ഇവിടെ വന്നിരിക്കുന്നത് അത് തന്നെയാണ്. അതിന് മാറാൻ ഒരു വഴിയില്ല. പക്ഷെ അതിനപ്പുറം ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറമുള്ള കാര്യങ്ങൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ, ദക്ഷിണേന്ത്യയിൽ തന്നെ BJPക്ക് വല്ലാതെ അനുഭവം.
കർണാടക ജനിച്ചിരിക്കാതെ കോൺഗ്രസ് ജയിച്ചില്ലേ, തെലങ്കാന ജയിച്ചില്ലേ, അതേപോലെ സൗത്ത് ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ കൂടെ ഉറച്ചു നിൽക്കും. എം ബാബുമോൻ അധ്യക്ഷത വഹിച്ചു. UC രാമൻ, CN വിജയകൃഷ്ണൻ, MC മായിൻ ഹാജി, PM നിയാസ്, MA റസാഖ് മാസ്റ്റർ, TT ഇസ്മായിൽ, ദിനേശ് പെരുമണ്ണ, K മൂസ മൗലവി, നിജേഷ് അരവിന്ദ്, എടക്കുനി അബ്ദുൾ റഹ്മാൻ, NP ഹംസ മാസ്റ്റർ, O ഹുസൈൻ, AK ഷൗക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AR സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് മണ്ഡലത്തിലെ സഹകരണ മേഖലയിലെ വനിതാ ജീവനക്കാരാണ് പാർലമെന്റിൽ പങ്കെടുത്തത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ തിയേറ്ററിന് സമീപം തയ്യാറാക്കിയ KCU ഇലക്ഷൻ സ്ക്വയറിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് AR സിന്ധു വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ പോരാടിയ ഇടതുപക്ഷത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ സഹകരണ ജീവനക്കാരും പിന്തുണയേകുമെന്ന് വനിതാ പാർലമെന്റ് പ്രഖ്യാപിച്ചു. നമ്മളിപ്പോൾ എന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് CITUം അതുപോലെ തന്നെ സഖാവ് കരീം പ്രഥമദാനം ചെയ്യുന്ന CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളുമല്ല ഇങ്ങനെയുള്ള ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും ഇന്ത്യയുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വളരെ വലിയ തോതിൽ വരുന്നതായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നയങ്ങളിൽ കൂടിയും ജനവിരുദ്ധ നയങ്ങളിലും കോർപ്പറേറ്റിന് പ്രീണന നയങ്ങളായിട്ടും ഒക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു രൂപം ഏറ്റവും തുറന്ന രീതിയിൽ എങ്ങനെയാണ് നേരിട്ട് രാഷ്ട്രീയത്തിലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലും ഈ കുത്തക മുതലാളിത്തം ഇടപെടുന്നത് എന്നുള്ളത് നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിന് പോലും ഒരു വിലയില്ലാതെ ഇടപെടുന്നത് എന്താണെന്ന് നമ്മുടെ ജനങ്ങളുടെ മുമ്പിലും തുറന്നു കാട്ടപ്പെടും. ഈ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ, ഇലക്ടറൽ ബോണ്ടുകളെ കുറിച്ചിട്ടാണ്. കിസാൻ സഭ അഖിലേന്ത്യാ ഫിനാൻസ് സെക്രട്ടറി P കൃഷ്ണപ്രസാദ്, KCAU സംസ്ഥാന ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ, P പ്രവിത, സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു. P ബേബി സ്വാഗതവും ഷമീന ഗിരീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടേന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 100-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടേന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല, രണ്ടെണ്ണം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മോദിയുടെ ഗ്യാരണ്ടിയും വാഗ്ദാനങ്ങളുമെല്ലാം വ്യാജമാണെന്നും മോദിയെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും CPI ജനറൽ സെക്രട്ടറി D രാജ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച നേട്ടം കൈവരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. At this time, the country needs a strong presence of the left in parliament. Country needs a strong communist presence in parliament. This is for two reasons. One, to save the constitution, to save our democratic structures, and to resist the communal fascist forces. Country needs a strong left in parliament. Country also needs a strong left in parliament in order to reorient the economic policies in favor of the toiling masses, working people,
in our country. The farmers, agricultural workers, the workers in formal and informal sector. Country needs a strong left in the parliament to address the concerns of the people, particularly to take up the basic issues of livelihood of all our citizens. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ MK രാഘവന് പിറന്നാൾ മധുരം നൽകി സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സ്ഥാനാർത്ഥി തന്നെ മറന്നുപോയ പിറന്നാൾ വിവരം അറിഞ്ഞ് സർപ്രൈസ് ഒരുക്കിയാണ് സാദിഖ് അലി തങ്ങൾ മധുരവുമായി എത്തിയത്. മധുരം നുണഞ്ഞ് ഇരുവരും സ്നേഹവും സന്തോഷവും പങ്കിട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മറന്നുപോയ പിറന്നാൾ ദിനം ആഘോഷമാക്കി UDF പ്രവർത്തകർ. അതിരാവിലെ പര്യടനത്തിനിറങ്ങിയ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ സ്വന്തം പിറന്നാൾ ദിനം പോലും മറന്നുപോയിരുന്നു. വയനാട്ടിൽ നിന്നും കൊടുവള്ളിയിലേക്ക് റോഡ് ഷോയ്ക്ക് വരുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കാത്ത് വൈകിട്ട് പരപ്പൻ പൊയിലിൽ നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ പറഞ്ഞാണ് പിറന്നാളാണെന്ന കാര്യം പുറത്താവുന്നത്. ഉടനെ UDF പ്രവർത്തകരും നാട്ടുകാരും സ്ഥാനാർത്ഥിക്ക് പിറന്നാൾ ആശംസകളുമായി എത്തി. ഉടനെ തങ്ങളും എത്തി. റോഡ് ഷോക്കിടെ ആരോ തങ്ങളുടെ ചെവിയിലും ആ രഹസ്യം എത്തിച്ചു. റോഡ് ഷോ സമാപിക്കുമ്പോൾ പാണക്കാട് തങ്ങൾ പിറന്നാൾ ദിനം രഹസ്യമാക്കി വെച്ച MK രാഘവന് മധുരം നൽകി ഞെട്ടിച്ചു. സന്തോഷത്തോടെ മധുരം സ്വീകരിച്ചു കഴിച്ച MK രാഘവൻ തങ്ങളെ കെട്ടിപ്പിടിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമിത വിമാന നിരക്ക് നിയന്ത്രിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. വിമാന കമ്പനികളുടെ ചൂഷണം തടയാൻ കേരള ഗൾഫ് സെക്ടറിൽ യാത്രാ ചരക്ക് കപ്പൽ സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും MDC യോഗം ആവശ്യപ്പെട്ടു. UAE പ്രളയ സമയത്തും അടിയന്തര ഘട്ടങ്ങളിലും വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്ന സാഹചര്യത്തിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളുടെ യോഗം ചേർന്നു. അമിത വിമാന നിരക്ക് നിയന്ത്രിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. MDC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവരിയാർ C ചാക്കുണ്ണി അധ്യക്ഷനായിരുന്നു. ആഘോഷ അവധിവേളകളിൽ UAE പ്രവാസികൾ അമിത വിമാന നിരക്ക് മൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദ് വിവരിച്ചു. പ്രമുഖ കപ്പൽ കമ്പനികളുടെ യോഗം വിളിച്ച് നടപടികൾക്ക് രൂപം നൽകിയ സാഹചര്യത്തിൽ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിന് മുഖ്യമന്ത്രി, തുറമുഖ, ടൂറിസം, ഗതാഗത വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, മാരിടൈം ബോർഡ് ചെയർമാൻ എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ടവരെയും സമീപിക്കാനും മിതമായ നിരക്കിൽ യാത്രാ ചരക്ക് കപ്പൽ ആരംഭിക്കുന്നതിന് MDC തയ്യാറാക്കിയ പദ്ധതികൾ വിശദീകരിക്കാനും പ്രതിനിധി സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയക്കാൻ യോഗം തീരുമാനിച്ചു. നമ്മുടെ ഈ കപ്പലിന്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമം കൂടെ അറിയുന്നതാണല്ലോ. ഇപ്പൊ അറിയാം, ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് ടെൻഡർ വിളിച്ചു അതിന്റെ നടപടികൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായി പ്രവാസികളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കപ്പൽ സർവീസ് തുടങ്ങുകയാണെങ്കിൽ അത് വെക്കേഷനൊക്കെ പോകുന്ന ആളുകൾക്കും അതേസമയം കാർഗോ മൂവ്മെന്റിനും വളരെയധികം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളൊക്കെ പ്രവാസികളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ പ്രതിനിധി അംഗങ്ങളായ ജോബ് കൊള്ളന്നൂർ, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, MK കുഞ്ഞാമു, പ്രൊഫസർ ഫിലിപ്പ് K ആന്റണി, ബേബി കിഴക്കേ ഭാഗം, PI അജയൻ, കുന്നോത്ത് അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
മന്ദാരം പബ്ലിക്കേഷൻസ് ലിറ്ററേച്ചർ ഓഫ് ലവ് സന്ദേശ ക്യാമ്പയിനും പുസ്തക പ്രകാശനവും സാഹിത്യ സംഗമവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം രമാദേവി ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും ശരറാന്തൽ എന്ന സാഹിത്യകൃതിയുടെ പ്രകാശനവും സാഹിത്യ സംഗമവും കേരള സാഹിത്യ അക്കാദമി തൃശൂരിൽ നടന്നു. കവി A.T. അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മന്ദാര ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ റിയാദ് എസ് ഖാൻ പുസ്തകം ഏറ്റുവാങ്ങി. ശരറാന്തൽ എന്ന സാഹിത്യ പുസ്തകത്തെ കവയത്രി സുഹറ ഗഫൂർ പരിചയപ്പെടുത്തി. വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ പുസ്തക വിതരണം ലോക കേരള സഭ അംഗം P.K. കബീർ സലാല നിർവഹിച്ചു. മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ പ്രചരണവും ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു. ലിറ്ററേച്ചർ ഓഫ് ലവ് ഫോർ സ്റ്റുഡൻസ് എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതിനു വേണ്ടി 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായി മന്ദാരം പബ്ലിക്കേഷൻ സാഹിത്യകൃതികൾ പ്രസിദ്ധീകരിക്കുന്നു. പ്രസിദ്ധീകരണവും പുസ്തകവും തികച്ചും സൗജന്യമായിരിക്കും. നന്മയും സ്നേഹവും സഹജീവികളോട് കരുണയുമുള്ള ഒരു തലമുറയെ സാഹിത്യരംഗത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് മന്ദാരം ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും സംഘടിപ്പിക്കും. അവരുടെ സ്കൂൾ കോളേജ് ലൈബ്രറിയിലേക്കും പുസ്തകങ്ങൾ സൗജന്യമായി നൽകുമെന്ന് മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ പറഞ്ഞു. സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാട്, തിരക്കഥാകൃത്ത് പ്രവീൺ ബാലകൃഷ്ണൻ, മുൻ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് സെക്രട്ടറി ശ്യാംകുമാർ, മാധ്യമപ്രവർത്തകൻ ഡാറ്റസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കവികളായ എളവൂർ വിജയൻ, പാലോട്ട് ജയപ്രകാശ്, കവയത്രിമാരായ ഷെറീന KS, ദിവ്യ നീലാംബരി, സുശീല നിത്യാനന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100ലേറെ എഴുത്തുകാർ പങ്കെടുത്ത പരിപാടിയിൽ കവയത്രിമാരായ സൈരന്ത്രി വീണ സ്വാഗതവും പത്മജ നടുവട്ടം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആംഡ് കോർ വെറ്ററൻസ് അസോസിയേഷൻ റോയൽ ഫാമിലി മീറ്റ് കോഴിക്കോട്ട് നടന്നു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. റിട്ടയർഡ് കേണൽ രമണൻ N മീറ്റ് ഉദ്ഘാടനം ചെയ്തു. യുവ സംവിധായകൻ പ്രവീൺ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആംഡ് കോർ വെറ്ററൻസ് അസോസിയേഷന്റെ 6ാമത് കോർ ഡേ ആഘോഷങ്ങൾ കോഴിക്കോട്ട് നടന്നു. കേണൽ രമണൻ N റിട്ടയർഡ് ഫാമിലി മീറ്റ് ഉദ്ഘാടനം ചെയ്തു. യുവ സിനിമാ സംവിധായകൻ പ്രവീൺ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേണൽ ജോസ് റിട്ടയർഡ്, കുമാരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജനറൽ സെക്രട്ടറി ഗിരീഷ് P വാർഷിക റിപ്പോർട്ടും ട്രഷറർ സദാനന്ദൻ വാർഷിക വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. റോയൽ ഫാമിലീസ് അവതരിപ്പിച്ച കലാപരിപാടികളും മാജിക് ഷോയും കരോക്കെ ഗാനമേളയും പരിപാടിക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ഥാനാർത്ഥി MK രാഘവന്റെ വിജയത്തിനായി ബേപ്പൂരിൽ കുടുംബസംഗമം. UDF ബൂത്ത് കമ്മിറ്റികളാണ് കുടുംബസംഗമം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ K. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട്ടെ ലോക്സഭാ സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ബേപ്പൂർ UDF 40-41 ബൂത്ത് കമ്മിറ്റികളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ K. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. KC ബാബു അധ്യക്ഷനായിരുന്നു. അന്നങ്ങാട്ട് കാർത്തികേയൻ, P. രാജു ലക്ഷ്മി, മുരളി ബേപ്പൂർ, സ്വരൂപ് ശിവപുരി, P. ഗഫൂർ, സജീഷ് കുമാർ T എന്നിവരും സംസാരിച്ചു. ഇടതുപക്ഷ സർക്കാരിനോട് നിങ്ങൾ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് കാണിച്ചു തരി. അത് കാണിച്ചു കൊടുക്കാനില്ല. ഒരു മെഡിക്കൽ കോളേജ് കാണിച്ചു തരാനില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും ചെറിയൊരു മറ്റേ എത്ര മെഷീൻ വാങ്ങിയാൽ അതിനുള്ള ചെറിയ എന്തെങ്കിലും കാശ് കൊടുത്താൽ അത് വലിയ ബാനർ കെട്ടിയിട്ട് പിണറായിന്റെ തലയും മനുമോന്റെ തലയും കാണിച്ചിട്ട് അത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വികസനം എന്ന് കാണിക്കുന്നതല്ല. ഈ ബിൽഡിങ്ങും ഈ സ്ഥലങ്ങളും ഈ ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി വാങ്ങി വെച്ചത് കോൺഗ്രസ് സർക്കാരുകളാ.
അപ്പൊ ഈ കോൺഗ്രസ് സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ സാധനത്തിന്റെ മുകളിലും എന്തെങ്കിലും ചെറിയ ഒരു വെച്ച് വലിയ ബാനറും വെച്ച് ഇതാണ് ഞങ്ങളെ ഇപ്പൊ റോഡ് ടാർ ചെയ്താൽ ഉടനെ അവിടെ ഒരു കല്ല് സ്ഥാപിക്കാണ്, ഉദ്ഘാടനം ഇന്നാള്. റോഡ് എങ്ങനെ വന്ന് അവിടെ റോഡ് ആദ്യം ഉണ്ടായോ? ആ റോഡ് എങ്ങനെയാണ് ഒരു റോഡ് ആദ്യം ടാർ ചെയ്ത് 10 തവണ ടാർ ചെയ്തിട്ട് റോഡ് 12ാമത് തവണ ടാർ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി പച്ചയായ വർഗീയതയാണ് പറയുന്നതെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രചരണാർത്ഥം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ്. മോദിയുടെ ഗ്യാരണ്ടിയും വാഗ്ദാനങ്ങളുമെല്ലാം വ്യാജമാണെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. അമിത വിമാന നിരക്ക് നിയന്ത്രിക്കാൻ അധികാരികൾ ഉടൻ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.